പ്രിയമുള്ളവരെ, ഭാഷാ കേരളി അവതരിപ്പിക്കുന്ന പ്രചോദന കഥകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കാൽപ്പാടുകൾ തേടി. സ്വസ്ഥമായി ഇരുന്ന് ധ്യാനിക്കാൻ പറ്റിയ ശാന്തമായ ഒരു സ്ഥലം തേടി ഗുരുവും ശിഷ്യനും നടന്നു. ബഹളങ്ങളൊന്നും അലട്ടാതെ സ്വസ്ഥമായിരുന്ന് കുറേ നേരം ധ്യാനത്തിൽ മുഴുകണം. കടൽ തീരത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു സ്ഥലം ലക്ഷ്യമാക്കി അവർ നടക്കുകയാണ്. അവിടം വളരെ ശാന്തമായിരിക്കുമെന്നും അധികം ആളുകൾ അങ്ങോട്ട് പോകാറില്ലെന്നും അവർ കേട്ടിരുന്നു. എന്നാൽ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മണലിൽ 2 പേരുടെ കാൽപ്പാടുകൾ പതിഞ്ഞു കിടക്കുന്നത് അവർ കണ്ടു. ഗുരുവേ, അവിടെ അത്ര സ്വസ്ഥതയുണ്ടാവാൻ വഴിയില്ല. മറ്റാരൊക്കെയോ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ശിഷ്യൻ ഗുരുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഗുരു മുന്നോട്ട് തന്നെ നടന്നു. അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ മണലിൽ ഒരാളുടെ കാൽപ്പാടുകൾ മാത്രമായി. ഗുരുവേ, മറ്റേയാൾക്ക് എന്തു സംഭവിച്ചിരിക്കും? നമ്മളെപ്പോലെ ഒരുമിച്ചായിരിക്കുമല്ലോ അവരും യാത്ര തുടങ്ങിയത്. വഴിയിൽ അവർ വഴക്കിട്ടിരിക്കുമോ? ഒരുപക്ഷേ ഒരാൾ മറ്റേയാളെ കൊലപ്പെടുത്തി കടലിൽ താഴ്ത്തിയിരിക്കാനും മതി. ശിഷ്യൻ ആശങ്കയോടെ പറഞ്ഞു. ഗുരു ഇത് കേട്ട് മൗനം പാലിച്ചു. ഒരു ചെറുപുഞ്ചിരിയോടെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി. അവസാനം അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. അവിടെ അതാ 2 പേർ ഇരുന്ന് സംസാരിക്കുന്നു. മണലിലെ കാൽപ്പാടുകൾ അവരുടേതായിരുന്നു. ഗുരു ശിഷ്യനോട് പറഞ്ഞു, വഴിയിൽ കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ നിന്റെ മനസ്സ് നിറയെ തെറ്റായ ചിന്തകളാണ് നിറഞ്ഞത്. ഇവിടെ സ്വസ്ഥത കിട്ടില്ലെന്ന് നീ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ നോക്കൂ, എത്ര ശാന്തമാണ് ഇവിടം. സ്വസ്ഥമായിരിക്കാൻ എത്രയോ ഇടം ഇനിയും ഇവിടെ ബാക്കിയുണ്ട്. സംശയങ്ങൾ തീരാതെ ശിഷ്യൻ വീണ്ടും ചോദിച്ചു, പക്ഷേ ഇടയ്ക്ക് വെച്ച് ഒരാളുടെ കാൽപ്പാട് മാത്രം കാണാതായത് എന്തുകൊണ്ടാണ്? ഗുരു വിശദീകരിച്ചു, നീ ശ്രദ്ധിച്ചില്ലേ? ഒരാളുടെ കാൽപ്പാടുകൾ മാത്രമായപ്പോൾ അവ മണലിൽ കൂടുതൽ ആഴ്ന്നിറങ്ങിയിരുന്നു. നീണ്ട യാത്രയുടെ ക്ഷീണം കാരണം ഒരാൾ തളർന്നിരിക്കാം. അതുകൊണ്ട് മറ്റേയാൾ അയാളെ തോളിലേറ്റി നടന്നിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ആ കാൽപ്പാടുകൾ അത്ര ആഴത്തിൽ പതിഞ്ഞത്. ഗുരു തുടർന്ന് പറഞ്ഞു, നമ്മളെപ്പോഴും നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ പഠിക്കണം. നല്ലത് മാത്രം സംഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നല്ല കാര്യങ്ങൾ തന്നെ സംഭവിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന കാര്യങ്ങളെ നമ്മുടെ മുൻധാരണകളോ സംശയങ്ങളോ വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാം. കഥയിൽ ശിഷ്യൻ കാൽപ്പാടുകൾ കണ്ടതിൽ ഭയപ്പെടുകയും തെറ്റായ നിഗമനത്തിലെത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അവിടെ സമാധാനപരമായ ഒരു കാഴ്ചയാണ് അവനെ കാത്തിരുന്നത്. പ്രചോദനയുടെ മറ്റൊരു എപ്പിസോഡ് വരെ വിടാം. നന്ദി, നമസ്കാരം.